ഒടുവിൽ നമ്മുടെ ഷെഫീന താത്ത വീണിരിക്കുകയാണ് സുഹൃത്തുക്കളെ, വീണിരിക്കുകയാണ്. ആഘോഷിക്കുകയാണ്, എല്ലാവരും ആഘോഷിക്കുകയാണ്. മഞ്ജുപിള്ളയുടെ മകളെ നീ അങ്ങനെ പറയോടി എന്ന് ചോദിച്ചിട്ട് ആഘോഷിക്കുകയാണ് എല്ലാവരും. ആഘോഷം എന്ന് പറഞ്ഞാൽ എമ്മാതിരി ആഘോഷം, എമ്മാതിരി ആഘോഷം. അതെന്താടോ നിങ്ങളെ കണ്ണിൽ കുരുവായിരുന്നോ? ഇതന്നെയല്ലേ പണ്ട് രേണു സുധീനും മറ്റവര് ലോകത്തിൽ ആലോചിച്ചും പറഞ്ഞത്? അപ്പോഴെന്താ ഈ പുരോഗമനം ഇല്ലായിരുന്ന? നിങ്ങളെ കണ്ണിൽ കുരുവായിരുന്ന? അറിയാതുകൊണ്ടിരിക്കുന്നയാന്ന്. അപ്പൊ ഈ പിന്നെ എന്താ പറയണ്ടേ, ഓരോ ആൾക്കാർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം, ഓരോ ആൾക്കാർക്ക് സ്വാതന്ത്ര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ രേണു സുധീനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, മഞ്ജു പിള്ളയുടെ മകളെയും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇതുപോലെ നടക്കുന്ന, ഇതുപോലെ ഈ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തനം കാണിക്കുന്ന ഒരാളെ പോലും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ ഈ ഒരു സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷെഫീന ബീബി ശരിക്കും വീണിരിക്കുകയാണ്. അവരെ ഇനി പരമാവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാതാക്കാൻ ഇവരെ എല്ലാവരും കൂടി അങ്ങ് ഒരുമിച്ചു. പക്ഷെ ഇതിനു മുമ്പ് രേണു സുധീനെ കുറ്റം പറഞ്ഞവരും ഇതിൻ്റെ അകത്തുണ്ട്. രേണു സുധീനെ കുറ്റം പറഞ്ഞവരുണ്ട്, അതുപോലെ ഹൻസികേനെ കുറ്റം പറഞ്ഞവരുണ്ട്. ഇവരെല്ലാവരും കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ മഞ്ജുപിള്ളന്റെ ഭാഗത്ത് എത്തുമ്പോഴേക്ക് എന്ത് ചെയ്തു പറയാ, ബായ് 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 അങ്ങനെ ഇരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ രേണു സുധീനെ ഇവർ കുറ്റം പറഞ്ഞു, ഹൻസികേനെ കുറ്റം പറഞ്ഞു. പക്ഷേ ബായ് ബായ് ആയിരിക്കുന്നതാണ് ഇവിടെ എത്തുമ്പോഴേ, മഞ്ജുപിള്ളയുടെ മകളുടെ അടുത്ത് എത്തുമ്പോഴേ. കാരണം എന്താ, അത് സ്വാതന്ത്ര്യമാണ്, അഭിപ്രായ സ്വാതന്ത്ര്യം, അതുപോലെ ആവിഷ്കാര സ്വാതന്ത്ര്യം, ഡ്രസ്സ് സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം തന്നെ ഞാൻ മഞ്ജുപിള്ളയുടെ മകളായാലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ രേണു സുധി ആയാലും പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൻസിക ആയാലും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയേണ്ടത് നിംഷ ചേച്ചി ആയാലും ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, അവരൊന്നും പ്രതികരിക്കില്ല കേട്ടാ. പക്ഷേങ്കിൽ മഞ്ജു ചേച്ചിയോട് കുറച്ച് കൂടുതൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ മകള് അങ്ങനെ ഒരു പോസ്റ്റർ ഇടുമ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് നെഗറ്റീവുകൾ വരുന്നു നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളുടെ മകൾക്കും അറിയാം, കൃത്യമായിട്ടറിയാം. അതുകൊണ്ട് ആ നെഗറ്റീവ് വരും ഉള്ളത് കൊണ്ട് തന്നെയാണ് അവരത് ഇട്ടിരിക്കുന്നത്. അവർക്കും കുറച്ച് ഫേമസ് ആകണം. കാരണം മഞ്ജു പിള്ളക്ക് ഇങ്ങനെ ഒരു മകളുണ്ടോന്ന് ഇന്നലെ വരെ ഒരു മനുഷ്യന്മാർക്ക് അറിയില്ല. പക്ഷെ ഇന്നിപ്പോഴും ആ മകളുടെ സ്ഥിതി എന്താ, ഒരു വലിയൊരു സിനിമയിൽ അഭിനയിച്ചാൽ വരെ എന്ന് പറഞ്ഞാൽ ഇത്രയും ഫേമസ് ആവൂല. അത്രത്തോളം മാധ്യമങ്ങൾ, ഏഷ്യാനെറ്റ്, മാതൃഭൂമി, മനോരമ ഇങ്ങനെയുള്ള ചാനലുകൾ വരെ ആ കുട്ടിയുടെ പുറകെ നടക്കണമെങ്കിൽ, ആ കുട്ടി ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ വെച്ച് ഒരു ന്യൂസ് വിടണമെങ്കിൽ അത് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മഞ്ജു പിള്ളയുടെ മകൾക്ക് ഗുണകരമായിട്ടാണ് വന്നിരിക്കുന്നത്. ആ കുട്ടി അങ്ങനെ കാണിച്ചോ, ആ കുട്ടി അങ്ങനെ അത്രയും വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കുട്ടി ഒരിക്കലും അത് കാണിക്കാൻ പാടില്ലായിരുന്നു. ആ കുട്ടിക്ക് ഇത്രത്തോളം വിഷമം ഉണ്ടെങ്കിൽ എന്തിനാണ് ഇങ്ങനെ കാണിച്ചത്? നല്ല ഡ്രസ്സ് കൂട്ടിട്ട് നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഇരുന്നാൽ പോരെ? അതിപ്പോഴും എന്ന് പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും വിമർശിക്കൂലേ? മകൾ എങ്ങനെ വേണമെങ്കിലും കാണിച്ചോ, ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു കുഴപ്പമില്ല. അതായത് നിങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഡ്രസ്സ് ഇട്ട് വന്നാലും എന്നെ സംബന്ധിച്ച് എനിക്കൊരു കുഴപ്പമില്ല. ഇവിടെയുള്ള പക്ഷേ പല ഞരമ്പന്മാരും ഉണ്ട്. മഞ്ജു പിള്ളയോടാ പറയുന്നത്, ഞരമ്പന്മാരുണ്ട്. നിങ്ങൾ വരെ എന്തിനാ നല്ല ഡ്രസ്സ് ഇട്ട് നടക്കുന്നത്? അതായത് ഇവിടെയുള്ള ഞരമ്പന്മാരെ പേടിച്ചിട്ടല്ലേ? അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എല്ലാവരും കൂടി കാണട്ടെ, എന്നാ പിന്നെ ഞാൻ ഇങ്ങനെ നടക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകളും നമ്മൾ സഹിക്കാൻ തയ്യാറായിരിക്കണം. ഇപ്പം നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള കമൻറ്റ് വരാറുണ്ട്, നല്ല കമൻറ്റ് വരാറുണ്ട്. ഇതൊക്കെ ചെയ്യാറില്ലേ? ഇതൊക്കെ അറിഞ്ഞുകൊണ്ടല്ലേ നമ്മളോരോ കാര്യങ്ങൾ ചെയ്യുന്നത്. നമുക്കല്ലാതെ എന്ന് പറഞ്ഞാൽ ഈ കമൻ്റ് ഇടുന്ന അവന്മാരെ പോയിട്ട് മൊത്തത്തിൽ പോയിട്ടങ്ങ് ഇതാക്കാൻ കഴിയോ? അതുപോലെ തന്നെ നിങ്ങൾക്കെതിരെ ആരെങ്കിലും ഒരാൾ ഇതുപോലെ പറയും എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അത് അവിടെ വെച്ചിട്ട് അവർക്ക് കൃത്യമായിട്ട് വാൺ ചെയ്യുകയാണ് വേണ്ടത്. അതാണ് വേണ്ടത്. അവരോട് കൃത്യമായിട്ട് വിളിച്ചു പറയാം, നിങ്ങൾ എന്തിനാണ് ഇതുപോലെ പറയുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും വിമർശിക്കേണ്ട അധികാരമുണ്ട്, പക്ഷെ ഇങ്ങനെ പറയേണ്ട അധികാരമില്ല. അതും കൂടി ഞാൻ പറയുകയാണ്. കാരണം എന്താ വെച്ചാൽ ഷെഫീന ബീബി എന്ന് പറയുന്ന ആ സ്ത്രീ കുറച്ച് കൂടിപ്പോയി, അവർ കുറച്ച് കൂടുതലാക്കി പറഞ്ഞു. അതെന്താ വെച്ചാൽ അവർ എന്താ പറയേണ്ടത്, ഒരു മാന്യതയ്ക്ക് നിരക്കാത്ത ചില കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അതിലൊന്നും നമുക്ക് ഒരിക്കലും എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റൂല. പക്ഷേ ഇത്രയും ഒന്നും ഇവർ ഒരു ഇത് പ്രശ്നമാക്കേണ്ട കാര്യമില്ല. ഇതിപ്പോഴും എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ഏറ്റെടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷെഫീന ബീബിയെ കിട്ടിയ അവസരമാണ്. ഉള്ള കാര്യം എന്താ പറയുന്നതിന്, കിട്ടിയ അവസരമാണ്, അത് മുതലാക്കുക തന്നെയാണ് വേണ്ടത്. അതിനു വേണ്ടിയിട്ട് എല്ലാവരും കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. അല്ലാതെ വേറെയൊന്നുമല്ല. ഈ പറയുന്ന ഒരു ടീമുകളും ഇങ്ങനെയുള്ള ഡ്രസ്സ് ഇട്ട ആളൊന്നും ഇതുവരെ പിന്താങ്ങിയ ചരിത്രമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഷെഫീന ബീബിക്കെതിരെ വരുന്നവരും പിന്നെന്ന് പറഞ്ഞാൽ ഷെഫീന ബീബിയെ പൂട്ടാൻ നടക്കുന്നവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാവാത്തുകൾക്ക്, അതായത് പിന്നെന്നാൽ പൂക്കുട്ടിയും മറ്റവനും ഇവരൊക്കെ കൂടിയിട്ട് അർമാദിക്കുമ്പോൾ അവർക്കൊക്കെ ചൂട്ട് കാണിച്ചു കൊടുത്ത ടീമുകളാണ്.
പിന്നെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറെ ടീമുകളാണ് ഇപ്പോൾ ഷെഫീന ബീബിക്കെതിരെ വരുന്നത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എൻ്റെ പൊന്നു മക്കളെ, ഇതൊന്നും കേട്ടിട്ട് നിങ്ങൾ ആരും എടുത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യമോ വസ്ത്ര സ്വാതന്ത്ര്യത്തിനോ നിന്നുപോലെ. കാരണം ഒന്നാമത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട് മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാമഭ്രാന്തന്മാരെ കൊണ്ട് ഭ്രാന്തായിരിക്കുകയാണ്. അതായത് കാമം കയറിയിട്ട് ഏനെയാ കയറി പിടിക്കേണ്ടതെന്ന് വെച്ചാൽ കുറേ എണ്ണം നിൽക്കുന്നുണ്ട്. അപ്പൊ അവറ്റകളുടെ മുന്നിലൊന്നും നിങ്ങൾ ഇങ്ങനെ പോയിട്ട് ഡ്രസ്സൊന്നും ഇട്ടിട്ട് പോയിട്ട് നിൽക്കരുത്. അതൊന്നും സോഷ്യൽ മീഡിയയിൽ ഒരിക്കലും പങ്കുവയ്ക്കരുത്. നമ്മൾ എന്തിനാ ഡ്രസ്സ്, നമ്മളിപ്പോൾ ഒരു ഈ ഷർട്ട് എന്തിനാ ഞാൻ വാങ്ങിച്ചത്, എൻ്റെ ഇത് മറക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇത് മൊത്തം തുറന്നിട്ട് എനിക്ക് ഷർട്ട് ഇടാണ്ട് വീഡിയോ എടുത്താൽ പോരെ? അങ്ങനെ പോരെ? ഇല്ലെങ്കിൽ എനിക്ക് ശരി, എന്നാൽ എൻ്റെ ഇത് മാത്രം എനിക്ക് അങ്ങനെ പോരെ? അങ്ങനെ ഇത് എൻ്റെ സ്വാതന്ത്ര്യം തന്നെയാണ്, ഓക്കെ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, അതായത് നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് നമ്മൾ എന്താണ് ഒരു സന്ദേശം കൊടുക്കുന്നത്? അതുമാത്രവുമല്ല, എന്നെ കണ്ടിട്ട് ആർക്കെങ്കിലും വിചാരമായിക്കഴിഞ്ഞാൽ അന്ന് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മളെല്ലാവരും ഡ്രസ്സ് ഇടുമ്പോൾ കൃത്യമായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളും ഇടുക. പിന്നെ അങ്ങനെ ഇനി ഇടണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ എന്താ പറയുക, നിമിഷ ബിജോ എന്ത് വേണമെങ്കിലും വന്നോട്ട് എന്നുള്ള രീതിയിലാണ് അവർ ഫോട്ടോ ഇടല്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രേണുസുതി എന്ത് വേണമെങ്കിലും നിങ്ങൾ ഇങ്ങോട്ട് വന്നോ എന്ന് പറയുന്ന രീതിയിലാണ് അവർ ഇടാറ്. നിങ്ങളല്ലേ ഇനി ആരും ഇട വന്ന് വിമർശിച്ച് കഴിഞ്ഞാൽ എനിക്കൊരു തേങ്ങയില്ലാന്ന്. പക്ഷെ അൻസിക ഇട്ടപ്പോഴെന്ന് പറഞ്ഞാൽ അവർ വേഗം അത് മാറ്റി കളഞ്ഞു. കാരണം എന്താ, അവർ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ വാങ്ങിച്ചിട്ട് കാണിച്ചു കൊടുക്കരുത്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു, വേഗം മാറ്റി കളഞ്ഞ്. അവർക്ക് കുറച്ച് വിഷമം കിട്ടി. കാരണം എന്താ, അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിയാത്തൊരു കുട്ടിയാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മക്കും കുറച്ച് നാണക്കേടും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഹൻസിക ഇത് വേഗം പിന്നെ നല്ല ബതിക്കിയതെന്ന് ഞാൻ പറയുള്ളൂ. പക്ഷേ ഇപ്പോഴും കാണുന്ന ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്രോത്സാഹനം പോലെയല്ലേ ചെയ്യുന്നത്. ഇവിടെ ഇപ്പൊ എല്ലാവരും വന്നിട്ട് ഒരു പ്രോത്സാഹനം ചെയ്യുന്ന പോലെയാണ്. എല്ലാവർക്കും വസ്ത്രസ്വാതന്ത്ര്യം, എന്ത് മാങ്ങാത്തൊലി വസ്ത്രസ്വാതന്ത്ര്യാണോ? ഇവിടെ ഇപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, എന്നിട്ട് എന്ത് തേങ്ങ എവിടെയൊക്കെ ഉണ്ടാക്കിയത്? ഇവിടെ പലതരത്തിലുള്ള കാമപ്രാന്തന്മാരെ കൊണ്ട് നടക്കാൻ കഴിയുന്നില്ല. എന്നിട്ട് അതിനെതിരെ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും വലിയ സ്വാതന്ത്ര്യമോ ഇതും കൊണ്ട് വന്നിട്ടുണ്ടോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവിടെ എത്ര ആൾക്കാർ, ഇവിടെ എത്ര എണ്ണം ഓരോ ദിവസവും എന്ന് പറഞ്ഞാൽ എത്ര പ്രശ്നങ്ങൾ നടക്കുന്നത്. അതിന്റെ പുറകിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തേങ്ങാക്കൊലിയും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇവിടെ ഇപ്പോഴും ഭയങ്കരമായിട്ട് ഭക്തസ്വാതന്ത്ര്യം എന്താ മാങ്ങാത്തൊലിയാ പറയുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ആരായി കഴിഞ്ഞാലും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്നുണ്ടെങ്കിൽ അത് നാലാൾ കാണാൻ വേണ്ടിയിട്ടാണല്ലോ. നിങ്ങൾ എന്ത് പ്രകസനം കാണിക്കുന്നുണ്ടെങ്കിൽ അത് നാലാൾ കാണാൻ വേണ്ടിയിട്ടാണല്ലോ. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇടുക. ഇപ്പം നമ്മൾ നല്ലൊരു ഡ്രസ്സ് വാങ്ങിച്ചു, അപ്പാടെ തന്നെ നമ്മൾ എന്തിനാ ഇങ്ങനെ വന്നിട്ട് ഒരു ഫോട്ടോ എടുത്തിടുന്നത്? അത് നാലാൾ കണ്ടിട്ട് ഓൻ അസൂയപ്പെട്ട് ഈശ്വര ഭഗവാനെ എന്ന് പറയാൻ വേണ്ടിയിട്ടല്ലേ. അല്ലാതെ നമ്മൾ ഈ പിന്നെന്താ പറയേണ്ടത്, ഈ സോഷ്യൽ മീഡിയയിൽ ആരും കാണണ്ട, എന്നെ ആരും കാണണ്ട എന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്നിട്ട് നടന്നാൽ പോരെ? എന്തിനാ നീ പബ്ലിക് ആക്കുന്നത്? ഇനി എൻ്റെ കുടുംബക്കാർ മാത്രം കണ്ടാവുന്ന എൻ്റെ കുടുംബ ഗ്രൂപ്പിൽ ചെയ്താൽ പോരെ? അല്ലെങ്കിൽ ഇനി നാട്ടുകാർ കുറച്ച് ഫ്രണ്ട്സുകളെ കണ്ടോട്ടാണ് ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പിൽ ചെയ്തോ? അല്ലാതെ നിങ്ങൾ എന്തിനാടോ ഇങ്ങനെ പബ്ലിക്കായിട്ട് വന്നിട്ട് ചെയ്യുന്നത്? ഇതൊന്നും മോശമാണെന്നല്ല പറയുന്നത്, മോശം തന്നെയാണോ? അതാണ് പറയാനുള്ളത്, മോശം തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോഴും എന്ന് പറഞ്ഞാൽ ഷെഫീന ബീബിക്കെതിരെയുള്ള ഒരു വലിയ ശീത സമരമായിട്ട് മാറിയിരിക്കുകയാണ്. ഷെഫീന ബീബിയെ ഇതോടുകൂടിയിട്ട് തൂത്തെറിയാൻ വേണ്ടിയിട്ട് ഇവിടെ പല ആൾക്കാരും ഇങ്ങനെ ശ്രമിച്ചു. ഏതായാലും അവരുടെ ആ വലയിൽ കൃത്യമായിട്ട് ഷെഫീന ബീബി പോയി വീണു. എന്നാലും ഷെഫീന ബീബി ഉയർത്തെഴുന്നേൽക്കാൻ നോക്കുന്നുണ്ട്. ഇപ്പോഴും 25 വലയാണ് അവരെ മുകളിലുള്ളത്. ആ വലകളൊക്കെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഷെഫീന ബീബി ശ്രമം തുടങ്ങിയിട്ടുണ്ട്. അതായത് പല കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂർച്ചയോട് കൂടിയിട്ട് തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഇത് കൂടുതൽ ഭയങ്കരമായ അറ്റാക്കാണ്. ഇപ്പം ഞാൻ ഒരു 2-3 വീഡിയോ കണ്ടു, ആരോ പറഞ്ഞു ജയിക്കുന്ന പോലെയാണ്, മോനെ വിടല്ലേടാന്ന് പറഞ്ഞിട്ടായിരുന്നു. നന്ദി, നമസ്കാരം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയാറുണ്ട്. തുണി ഒരു കാണിക്കുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം കാണാൻ കേട്ട